ആരുടെ നമ്മുടെ രേണുസുതിയുടെ മോനെ ഋതപ്പനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു, അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ രേണു വളരെ ഭാവം പിടിച്ച നമ്മുടെ രേണുസുതി ഇതേ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആരാണ് നമ്മുടെ ഋതപ്പനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് വേണ്ട. അവരുടെ മോനെ അവർ തന്നെ നോക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ചേച്ചി ഉണ്ടല്ലോ നോക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ അച്ഛനുണ്ടല്ലോ നോക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ അമ്മയുണ്ടല്ലോ, ആരും ഇല്ലെങ്കിലും ആ കിച്ചു ഉണ്ടല്ലോ അവനെ കൊണ്ടുപോയി നോക്കട്ടെ. നമുക്ക് ആർക്കും വേണ്ടിയിട്ട് അവളെ വേണ്ട. ഞാനല്ല പറയുന്നേ, രേണുവാ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചേച്ചി പറഞ്ഞതൊക്കെ ശരിയാണല്ലോ എന്ന്. അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ പി ജി, അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ, അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ, അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും ഇപ്പൊ ആരെയും വിശ്വാസം ഇല്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മാനേജർ കരീഷ്മയെ വിശ്വാസം ഇല്ലേ? നേരത്തെയൊക്കെ പറയുമായിരുന്നു എനിക്ക് എന്ത് പറ്റിയാലും എന്റെ കരീഷ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു. കരീഷ്മയെ വിശ്വാസം ഇല്ലേ ഇപ്പോ? എന്തോ ബാക്കി കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആരെയും കൊടുക്കാനായിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ ആർക്കും വേണ്ട. ഞങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ കുഞ്ഞിനെ വേണ്ട, കൊടുക്കത്തില്ല എന്ന് പറയാനായിട്ട് എന്താ നിങ്ങളുടെ മോനെ ആരെങ്കിലും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പുറകെ നടക്കുന്നോ? ഇല്ലല്ലോ. നിങ്ങളുടെ കുഞ്ഞിനെ ഇവരൊക്കെയാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ചേച്ചിയായാലും നിങ്ങളുടെ ചേട്ടനായാലും അമ്മയായാലും അച്ഛനായാലും ഇവരൊക്കെയാണ് നോക്കേണ്ടത്. പിന്നെ ഇത് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്? ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് പറയാനായിട്ട് എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പം? അതോ പുതിയ പ്രശ്നമായിട്ട് വരുവാണോ? ആളുകൾക്ക് പുതിയ പ്രശ്നങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് താല്പര്യമാണ്. അപ്പോൾ പുതിയൊരു പ്രശ്നം സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുവാണോ? എൻ്റെ ഋതപ്പനെ ഞാൻ ആർക്കും കൊടുക്കില്ല, ഋതപ്പനെ ആരൊക്കെയോ അവകാശം പറഞ്ഞു വരുന്നു, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, അവനെ പിടിച്ചു പറിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു കണ്ടന്റ് പുതിയൊരു പ്രശ്നമായിട്ട് വരുവാണ്. കേൾക്കാം. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. നിങ്ങൾ മരിക്കും എന്ന് ആരും വിധി എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു ഇത് സോഷ്യൽ മീഡിയയിൽ ഇന്നേ വരെ വന്നിട്ടില്ല. ഇതിപ്പം നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല, ആരും പറയത്തുമില്ല. ഞങ്ങൾക്ക് ആർക്കും നിങ്ങൾ മരിക്കണ്ട, നിങ്ങൾ ജീവനോടെ തന്നെ വരണം, നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണം. അതാണ് ഞങ്ങളെല്ലാവർക്കും വേണ്ടുന്നത്. അല്ലാതെ നിങ്ങൾ മരിക്കണമെന്നോ നിങ്ങൾ മരിക്കുമെന്ന് വിധി എഴുതിയിട്ടോ ഒന്നും ആരുമില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുവാണ് ഇവര്. രാവിലെയാണ് എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചു പോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാം. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല. അല്ല, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മോനെ ആരും അത് അടർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. ഒരു കൂട്ടര് നിങ്ങൾ മരിക്കുമെന്ന് വിധി എഴുതിയതും നിങ്ങളെ ക്യാൻസർ പേഷ്യന്റ് ആണ്, അപ്പൊ അതിന്റെ അച്ഛനില്ല, അച്ഛൻ ഓൾറെഡി മരിച്ചു, അമ്മയും മരിക്കും എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. നിങ്ങളുടെ ഒരു കൂട്ടുകാരനല്ലേ ഒരിക്കൽ നിങ്ങൾ കയറി തൂങ്ങി എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളെ ഐസിയുവിൽ കാണാനായിട്ട് സീമാജി നായർ വന്നു എന്ന് പറഞ്ഞു. അതും അതേ കൂട്ടുകാരനാണ്, അല്ല ഞങ്ങളൊന്നും അല്ല പറഞ്ഞത്. അതേ കണക്ക് അവരാരെങ്കിലും ഒക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങളെ ഇപ്പോൾ വിധി എഴുതിയിട്ടുണ്ടാവുക നിങ്ങൾ മരിക്കുമെന്ന്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെയായിരിക്കും, അല്ലാതെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോ അല്ലാതെ നിങ്ങളെ കാണുന്ന പ്രേക്ഷകരോ അല്ലാതെ നമ്മളിൽ ആരും ഒന്നും അല്ല ഇങ്ങനെയുള്ള വിധി എഴുതിയേക്കുന്നതും പറയുന്നതും. നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ വിറ്റ് കാശാക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ തന്നെയായിരിക്കും ഇപ്പൊ ഇതും പറഞ്ഞിട്ടുണ്ടാവുക. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞു. അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നു. നിങ്ങളൊരു കാര്യമാണ്, പ്രീസ്റ്റ് ആണ്. നോബൽ പ്രീസ്റ്റോ? എന്റെ പൊന്നി, ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്ന നേരത്തെ. അയാൾ എന്റെ തന്തയാണോ, അയാൾ എന്താ വിഷപ്പാമ്പാണ്, ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. എന്നാണ് അങ്ങേര് ഒരു പ്രീസ്റ്റ് ആയത്? അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് ബ്ലോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു, ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു.
എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഒരു കൊല്ലം സുധീർ 2 മക്കൾക്ക് അല്ല, ഇങ്ങനൊന്നും അല്ലല്ലോ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദിവ്യ പുരുഷനാണ്, ദൈവീക പുരുഷനാണ്, അദ്ദേഹവും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇതെല്ലാം ഇപ്പം വെച്ച് കെട്ടിത്തരുന്നത് ഈ പിന്നെ വ്ളോഗറുടെ തലമണ്ടയിലേക്കാണ്. നിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കി. എന്താ, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞോ ഈ ഫാദറെ ചീത്ത പറയാനും എൻ്റെ തന്തയല്ലെന്ന് പറയാനും നിങ്ങളൊരു വിഷപ്പാമ്പാണെന്ന് പറയാനൊക്കെ ഞങ്ങൾ ഈ കാണുന്ന ഈ വ്ളോഗറൊക്കെ അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങളോട് പറഞ്ഞോ അങ്ങനെ പറയാം? നിങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യമല്ലേ? എന്നിട്ട് ഇതിനകത്ത് ഈ വ്ളോഗർമാരൊക്കെ എവിടെ പഴച്ചു? എത്രയായാലും ഇപ്പോ നിങ്ങൾ പറയുന്നു അങ്ങനെ ഒരു ദൈവ പുരുഷനാണ്, അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു വീട് വെച്ച് തന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ. ഇതൊന്നും നേരത്തെ ആലോചിച്ചില്ലയോ? അങ്ങനെ ഒരു ദിവ്യ പുരുഷനാണ്, അല്ല ദൈവ പുരുഷനാണ്, അങ്ങനെ ഒരു പ്രീസ്റ്റ് ആണ്, അപ്പൊ അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാന്നൊന്നും നേരത്തെ ആലോചിച്ചില്ലേ? എന്റെ വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ അത് കുറ്റം തന്നെ പറഞ്ഞു. കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവൻ. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സമാധാനം പോയെന്നാണ് എനിക്ക് പറയുന്നു. അങ്ങേര് നിങ്ങൾക്ക് വീട് വെച്ച് തന്ന ഒരു കുറ്റമാണെന്ന്. അതേ, നിങ്ങൾ ആദ്യം തൊട്ടേ അത് തന്നെ പറഞ്ഞത്. അങ്ങേര് തെറ്റ് ചെയ്തു, അങ്ങേര് കുറ്റം ചെയ്തു, വീട് വെച്ച് തന്നതാണ് ആ ഒരു തെറ്റ്. പിന്നെ ഇപ്പോ പറയുന്നു അങ്ങേര് വളരെ നല്ല മനുഷ്യനാണെന്ന്. അദ്ദേഹത്തിന്റെ മനസ്സമാധാനം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി നിങ്ങൾ തന്നെയാണ്, അല്ല വേറെ ആരുമല്ല. അങ്ങേര് കുറ്റം ചെയ്തു, അങ്ങേരുടെ മനസ്സമാധാനം നശിപ്പിച്ചതും നിങ്ങളെ വായിലെ സംസാരം കൊണ്ടാണ്, നിങ്ങളുടെ വർത്തമാനം കൊണ്ടാണ് ഇതെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇപ്പോ ഈ ഒരു അവസ്ഥയെ കൂടി തന്നെ നിങ്ങൾ ഇത്രയും അസുഖത്തിലും ഇത്രയും ബുദ്ധിമുട്ടിലും ഇരിക്കുമ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ ഫാദർ ഇത്രയും ഒരു പ്രശ്നത്തിൽ വരാനുള്ള കാരണം വന്നതിനും കാരണക്കാരി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഫാദറെ ഇളക്കി വിട്ടതാണ്. കിച്ചു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, കിച്ചു അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫാദറെ ഇളക്കി വിട്ടത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോഴും ഫാദറിന് എന്തെങ്കിലും മനസമാധാനമോ കേടോ അല്ലെങ്കിൽ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി നിങ്ങൾ തന്നെയാണ്, അല്ലേ? ആണ്. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് ഇപ്പോഴും ഫാദറിന് വിഷമാവുന്നത്. നിങ്ങൾക്ക് നിർത്തിക്കൂടായിരുന്നു. നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഈ കിച്ചു ഞാൻ പിന്നെ 11 വയസ്സ് വരെ വളർത്തി വലുതല്ല, 11 വയസ്സ് മുതൽ വളർത്തി വലുതാക്കി എൻ്റെ മോൻ എന്നെ കാണാൻ വന്നില്ല, അവൻ വന്നില്ലെങ്കിൽ വരണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടതിൽ തുടർന്നാണ് അവിടെ തൊട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ വ്ളോഗർമാരായാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായാലും എല്ലാവരും നിങ്ങൾക്ക് അസുഖമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യരും നിങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടായാലും എഗനിസ്റ്റ് ആയിട്ടും വീഡിയോസ് ഇട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിച്ചുവിനെ കുറിച്ച് വന്ന് പറഞ്ഞു, പിന്നെ ഫാദർ വന്ന് പറഞ്ഞു, പിന്നെയും നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും പ്രോബ്ലംസും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോയോ ഒരു മനുഷ്യരും നിങ്ങൾക്ക് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇട്ടിട്ടില്ല. അതേ കണക്ക് നിങ്ങൾക്ക് പോയാൽ പോരായിരുന്നോ? ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു, ഫാദറിനും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു, നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരുന്ന് ഋതപ്പനെ കുറിച്ച് സംസാരിക്കേണ്ട അവസരം പോലും ഉണ്ടാവത്തില്ലായിരുന്നു, ഇല്ലയോ? ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? ബാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന് തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ലെ അവൾ ക്യാൻസർ രോഗിയല്ലേ, അവർക്ക് സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവിടെ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണ്ട നമുക്ക് എന്ത് വേണ്ട. ആരും ഓർത്തിരിക്കുന്നില്ല, അങ്ങനെ നിങ്ങളെ ഡെഡ് ബോഡി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആരുമില്ല. ഇതൊക്കെ നിങ്ങളുടെ തെറ്റായ ചിന്തകളാണ്. ഒരു മനുഷ്യരും നിങ്ങൾക്ക് അസുഖം മാറരുത് എന്ന് പറയുന്ന ആരുമില്ല, ഒരു വ്ളോഗറും ഇല്ല. പിന്നെ കമന്റ്സിൽ അത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ വർത്തമാനം കൊണ്ടും ഒക്കെ കമന്റ്സിൽ ഓരോരുത്തരൊക്കെ ഇടുന്നതായിരിക്കും. അല്ലാതെ ഇതുവരേക്കും സോഷ്യൽ മീഡിയയിൽ ഒരു റിയാക്ഷൻ വീഡിയോക്കാരോ ഒരു വ്ളോഗറോ വന്നിട്ട് പറഞ്ഞില്ല നിങ്ങൾ മരിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖം മാറരുതെന്നോ ഒരു തരത്തിലും പറഞ്ഞില്ല. ഇതെല്ലാം നിങ്ങൾ ചുമ്മാതെ പറഞ്ഞുണ്ടാക്കുവാണ്. നിങ്ങൾക്ക് ഇനിയും സെന്റിമെന്റ്സ് നിങ്ങൾ വർക്കൗട്ട് ആക്കാൻ ശ്രമിക്കുവാണ്. രേണു സുധി ഇങ്ങനെയൊക്കെ വന്ന് സെന്റിമെന്റ്സ് ആയിട്ട് മരിക്കുമെന്നു ഇതാന്നൊക്കെ പറയുമ്പോഴത്തേന് കാണുന്നവർക്ക് നിങ്ങളുടെ മുകളിൽ സഹതാപം തോന്നണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയൊരു നാടകമായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ ആരെയും എന്താ പറയാ, എനിക്ക് കാണണമെന്ന് ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല ആരും വരുന്നത്. എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരും മാത്രമാണ് എന്നെ കാണാൻ വരുന്നതും. എനിക്കത് സന്തോഷമുണ്ട്. ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി ആരെയും വിളിച്ച് നിർബന്ധിക്കുമൊന്നുമില്ല. എനിക്ക് എന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാരെയും എനിക്ക് കാണാൻ വളരെ സന്തോഷമാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നു നിങ്ങൾ നിർബന്ധിച്ചിട്ടോ നിങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും അല്ല ആരും കാണാൻ വരുന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പിന്നെ ബിഗ് ബോസിലെ വിന്നറായിട്ടുള്ള അനുമോള് തന്നെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കാണണം, അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണാൻ വരണം, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് രേണു വീഡിയോ കോൾ ചെയ്തു, ഫോൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് തന്നെ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നു ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, ആരെയും കാണാൻ വരണമെന്ന് പറഞ്ഞിട്ടില്ല, എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരുമാണ് എന്നെ കാണാൻ വരുന്നതെന്ന്. ഇനിയും ഈ നുണ പറച്ചിൽ നിർത്തിക്കൂടെ? കള്ളം.
നാവ് എടുത്തു കഴിഞ്ഞാൽ കള്ളമേ എന്നെ പറയും. കാണാൻ വരുന്നത് പറഞ്ഞാൽ എനിക്ക് വളരെ എന്റെ മനസ്സിന് വളരെ ഒരു സന്തോഷമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവജനങ്ങളുണ്ട്, ദൈവ മക്കളുണ്ട്, എനിക്ക് വേണ്ടി വഴിപാട് കഴിക്കുന്നവരുണ്ട്, എനിക്ക് വേണ്ടി നേർച്ച കഴിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഞാൻ ഏത് രീതിയിലാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും അറിയില്ല. ഞാൻ എങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ ഇതിന് തിരിച്ച് ഞാൻ നന്ദി പറയുമെന്ന് എനിക്ക് അറിയില്ല. കടപ്പാടും നന്ദിയൊക്കെ പറയാൻ വരട്ടെ. നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്ക് വഴിപാട് നേരാൻ ഒരുപാടുണ്ട്, പ്രാർത്ഥിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നതും അല്ല, അതൊന്നും വേണ്ട. നിങ്ങളുടെ ഈ വീഡിയോയുടെ അടിയിലെ കമന്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളെ എത്രത്തോളം ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ എത്രത്തോളം ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിപാട് കഴിപ്പിക്കുന്നുണ്ടെന്ന്. ഇല്ല, വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒരു 100 പേരെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 90% ആൾക്കാരും ഇവരെ വെറുക്കുന്നവരും ഇവരെ ഇഷ്ടമല്ലാത്തവരുമാണ്. ഒരു 10% ആൾക്കാർ ഉണ്ടാവുമായിരിക്കും ഇവരെ ഇഷ്ടമുള്ളത്. അല്ലാതെ ഇവർ പറയുന്ന കണക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എന്നെ സ്നേഹിക്കുവാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ മുഴുവൻ അവർക്ക് വേറെ ഒരു കാര്യമില്ലാതെ 24 മണിക്കൂറും രേണുസുതി രക്ഷപ്പെടണേ നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണെന്നാ ഇവർ പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലല്ലോ. 24 മണിക്കൂർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വഴിപാട് കഴിപ്പിക്കാനും ഇവരെ കാണാൻ പോണേ. ഏതൊരു മലയാളി കണ്ട നിങ്ങൾ രേണുസുതി കാണാൻ പോയോ? ഇല്ലല്ലോ, വാ നമുക്ക് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ഒഴുകി വരുമല്ലേ ഇവരെ കാണാനായിട്ട്. എത്തോരം ആൾക്കാരാ കാണാൻ വരുന്നതെന്ന്. എന്തൊക്കെയാ അവർ പറയുന്നത്. എല്ലാവരുടെയും വേറെ എന്റെ വീഡിയോയുടെ കമന്റിൽ നോക്കിക്കഴിഞ്ഞാൽ വരെ മനസ്സിലാവും മനുഷ്യരെ പറ്റിക്കുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആകെയുള്ള വരുമാനം യൂട്യൂബ് ചാനൽ മാത്രമാണ്. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിന്റെ കൂട്ടത്തിൽ വേറൊരു 2 lakhs മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം. പ്ലീസ് നിങ്ങൾ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷിച്ച് തിരിച്ച് എന്റെ ഋതപ്പന്റെ അമ്മയായിട്ട് തിരിച്ചു കൊടുക്കുക. അരേവാ, അങ്ങനെ ഇപ്പൊ എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നു അവസാനം. ചുരുക്കം പറയാൻ, എന്റെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങളെല്ലാവരും പൈസ തന്ന് സഹായിക്കണം, കീമോ ചെയ്യാൻ പൈസ ഇല്ല, എനിക്ക് പൈസ ഇല്ല, ഇത് എന്നാണ് പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവരുടെ കള്ളത്തരമാണത്. ഇവര് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോകുന്നതെന്ന് അവര് തന്നെ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഐസിയുലൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവർ മെഡിക്കൽ കോളേജിൽ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെയ്യുന്ന അതേ കണക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മറ്റുള്ള ആൾക്കാർ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ട് എത്ര രൂപ ചെലവാകും, ഈ ഇത് കീമോ ചെയ്യുന്നതിന് എത്ര രൂപ ചെലവാകും എന്നൊക്കെ. കീമോ ഒക്കെ വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ. അതുമല്ല ഇവർ തന്നെ പറഞ്ഞു ഇവർക്കുടെ BPL കാർഡാണെന്നുള്ളത്. BPL കാർഡിലുള്ളവർക്ക് വളരെ തുച്ഛമായ പൈസ ആവത്തുള്ളൂ, ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കും. പിന്നെ ഇവർ ഒരു സെലിബ്രിറ്റിയും കൂടെ ആയതുകൊണ്ട് ഇവർക്കെല്ലാം ട്രീറ്റ്മെന്റ് എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഇവർക്ക് നല്ല സഹായങ്ങളും കിട്ടുന്നുണ്ട്. ഈ അവരെ കാണാൻ ചെല്ലുന്നു, അവർ തന്നെ പറഞ്ഞല്ലോ എന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഈ കാണാൻ ചെല്ലുന്നവരെല്ലാം അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അതിൽ നിന്നും അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. പിന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ നിന്നും പൈസ കിട്ടുന്നുണ്ട്. ഇവർക്ക് നല്ല വരുമാനമുണ്ട്. ഇവർ എന്നിട്ട് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ കീമോ ചെയ്യാനായിട്ട് ഇനി എങ്ങനെ പൈസ കണ്ടെത്തുമെന്ന് എനിക്ക് അറിയില്ല എന്ന്. അപ്പൊ സബ്സ്ക്രിപ്ഷനിൽ നിന്നൊക്കെ കിട്ടിയ പൈസയൊക്കെ എവിടെ പോയി? ചോദിക്കണം, എല്ലാവരും ചോദിക്കണം അവരോട്. ഇവരെന്തിനാണ് ഇങ്ങനെ കെഞ്ചുന്നത് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട്? ഇഷ്ടം പോലെ പൈസ ഉണ്ട് അവരുടെ കയ്യിൽ, എന്നിട്ട് അവരിപ്പോ പറയുന്ന കേട്ടില്ലേ അവരുടെ കയ്യിൽ പൈസ ഇല്ല. ഇതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഞാൻ അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേരുടെ ആ സ്നേഹവും പിന്നെ ഒരുപാട് ലോകത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത്. ആ കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്ത് അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഒരാഴ്ചത്തേക്ക് ഞാൻ ഡൗൺ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞല്ലോ ഋതപ്പന്റെ നല്ല ഒരു അമ്മയായിട്ടൊക്കെ തിരിച്ചു വരണമെന്ന്. നിങ്ങളുടെ വായ നടച്ചു വെച്ചാൽ മതി. നിങ്ങൾ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ വരണ്ടാന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടോളൂ. നിങ്ങൾ ഈ അഹങ്കാരം പറച്ചിലും ഈ മറ്റുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്തിയുള്ള സംസാരമൊക്കെ നിർത്തി, സ്പെഷ്യലി കിച്ചുവിനെ കുറ്റപ്പെടുത്തിയുള്ള സംസാരമൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഈ കള്ളം പറച്ചിൽ നിങ്ങളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതുപോലെ തിരിച്ചു വരും. എല്ലാവരും നിങ്ങളെ പ്രാർത്ഥിക്കും. നിങ്ങളുടെ വാ ഒന്ന് നിയന്ത്രിക്കും, നിങ്ങളുടെ നാവിനെ നിങ്ങളൊന്ന് നിയന്ത്രിക്കും. അത്രയും മതി. ഞാൻ തിരിച്ചു വരുമെന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. 5 കീമോയും സർജറിയും എല്ലാം കിടക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വേണം. കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയുടെ എഫക്റ്റ് കൊണ്ട് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കിടത്തിയിട്ടാണ്, എനിക്കത് ഓർമ്മ പോലും ഇല്ല സമയം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ 3 ദിവസം ICUലായിരുന്നു. ഒരുപാട് വേദനകൾ ഞാൻ സഹിച്ചു. കിടക്കലായിരുന്നു, ഛർദിച്ചു, ലൂസ് മോഷനും ഒരു ഉമ്മിനീരാക്കി ഞാൻ ഛർദിച്ചു. പക്ഷെ ഇത്തവണത്തെ കീമോ ഒരുപാട് വേദനകൾ സഹിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് ഒരുപാട് വേദനകൾ കൊടുക്കുന്നുമുണ്ട്, കൊടുത്തിട്ടുമുണ്ട്.
നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹവും പ്രാർത്ഥന കൈ അനക്കാൻ പറ്റില്ല. കൈക്ക് ഭയങ്കര വേദനയാണ്. അപ്പൊ കീമോക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ നേർച്ചകളും എന്നെ ശക്തമായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരും തന്നെയാണ് എനിക്ക് വിശ്വാസം. എന്റെ ശരീരത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസറിനേക്കാൾ വളരെ വിഷമുള്ള ക്യാൻസർ ഉള്ള ഈ അനക്കാൻ പറ്റത്തെ ആൾക്കാരൊക്കെയാണോ ഇങ്ങനെ പുറത്തൊക്കെ പോയി അടിപ്പാടിയൊക്കെ നടക്കുന്നത്? ഞാനൊരു വീഡിയോ ഇവിടെ വെക്കാമേ, കീമോ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇനോഗ്രേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ദൂരെയൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. പക്ഷെ എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും കൈ അനക്കാൻ വയ്യ, ഒന്നിനും വയ്യ, വീട്ടിൽ തന്നെ ഒരു പെട്ടി തന്നെ ഇരുത്തിയാണ് കിടത്തിയാണ് എന്ന് പറയുന്ന ആളാണോ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത്? എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. നിങ്ങളെ ആൾക്കാർ വെറുക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. രേണു, നീ മറന്നുപോയെങ്കിൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ വീഡിയോ ഒന്നും കാണില്ല, എന്നാലും കുറച്ച് ആൾക്കാരെങ്കിലും കാണുന്നുണ്ടല്ലോ, അവരോടായിട്ട് പറയാം. ഈ രേണു മുന്നേ ഒരു വീഡിയോയിൽ, അതായത് കുറെ നാളുകൾക്ക് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടുന്ന ചെരുപ്പ് 35,000 രൂപയുടെ ചെരുപ്പാണ്, ഞാനിപ്പോ ഒരു സെലിബ്രിറ്റി അല്ലേ, അതുപോലെ ഞാനിപ്പോ ഭയങ്കര കോസ്റ്റ്ലി ആണ്, അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ചെരുപ്പ്, വസ്ത്രങ്ങള് അതെല്ലാം വളരെ കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. രേണു തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് രേണുവിന് ചെറുതിലേ തൊട്ടേ ഈ അസുഖത്തെ കുറിച്ച് അറിയാന്ന്. അപ്പൊ അത്ര കോസ്റ്റ്ലി ആയിട്ട് ജീവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ആ പൈസയൊക്കെ ചേർത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ മുന്നിൽ പിച്ചതേണ്ട ആവേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ഈ വീഡിയോയിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അത് നമ്മളെല്ലാവരും ഓർക്കണം. ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പൈസയെ കുറിച്ച്, പൈസ ഇവർക്ക് കുറച്ച് അതായത് ഷോർട്ട് ഫിലിംസ് ഒക്കെ അഭിനയിക്കാനൊക്കെ കിട്ടിയ സമയത്ത് എന്ത് അഹങ്കാരമായിരുന്നു ഇവർക്ക് പൈസയുടെ. ഞാൻ ഭയങ്കര കോസ്റ്റ്ലി ആണ്, ഞാൻ വില കൂടിയ വണ്ടിയിലെ സഞ്ചരിക്കൂ, ഞാൻ വില കൂടിയ ഫുഡേ കഴിക്കൂ, എനിക്ക് അങ്ങനെയുള്ള ചോക്ലേറ്റേ ഇഷ്ടമുള്ളൂ, എനിക്ക് മിൽക്ക് ഷേക്കേ ഇഷ്ടമുള്ളൂ, ഞാൻ അങ്ങനെയുള്ള ഫുഡാണ് കഴിക്കുന്നത്, ഞാൻ അങ്ങനെയുള്ള വസ്ത്രങ്ങളെ കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രങ്ങളെ ധരിക്കൂ, എന്തൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാ. ഇപ്പൊ അതേ പറയുന്നു എന്റെ കയ്യിൽ പൈസയില്ല. എന്ത് പൈസ അവർ പൊടിച്ചു കളഞ്ഞത്? അതായത് അവരുടെ സ്കിൻ ട്രീറ്റ്മെന്റ്, ഹെയർ ട്രീറ്റ്മെന്റ്, പല്ലിന്റെ ട്രീറ്റ്മെന്റ്, കോസ്റ്റ്ലിയാ. പല്ലിന്റെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത സമയത്ത് തന്നെ അവർ തന്നെ പറഞ്ഞിട്ടോ ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന്. എനിക്ക് തോന്നുന്നുണ്ട് അതൊക്കെ ഇവർ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ പല്ലിന്റെ ഇവർ പറയുന്നത് കണക്ക് ഇവർക്ക് മുന്നേ തന്നെ ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഈ പല്ലിന്റെ ട്രീറ്റ്മെന്റും സ്കിന്നിന്റെ ട്രീറ്റ്മെന്റും തലമുടിയുടെ ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്തതൊക്കെ ഈ ഒരു അസുഖം ഉള്ളപ്പോഴാണെങ്കിൽ അതൊക്കെ നല്ലതുപോലെ നെഗറ്റീവായിട്ട് ഇവരുടെ ഈ അസുഖത്തെ ബാധിച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനായി വന്നത്. ഇവർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആദ്യം അവർ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റേണ്ടത് ഇവരുടെ ഈ അസുഖം അല്ലായിരുന്നു. അല്ലാതെ പല്ലും മുഖവും നഖവും മുടിയും ഒക്കെ നന്നാക്കാൻ നടക്കാതെ ഉള്ള പൈസ ചേർത്ത് വെച്ച് അങ്ങനെ വേണ്ടായിരുന്നു അവർ ചെയ്യാനായിട്ട്. പിന്നെ അവർ എന്തിനാ ഇപ്പൊ വന്നിരുന്ന പൈസ ഇല്ല ഒരു മനുഷ്യരും പൈസ കൊടുത്ത് സഹായിക്കരുത്. കാരണം നല്ലതുപോലെ അഹങ്കരിച്ച ഒരു സ്ത്രീയാണ് അവർ. പൈസ കോസ്റ്റ്ലിയാണ്, ഞാൻ 35,000 രൂപയുടെ ചെരുപ്പേ ഇടത്തുള്ളൂ, ഞാനങ്ങ് ദുബായിൽ നിന്ന് കൊണ്ട് വരുത്തിച്ച ചെരുപ്പേ ഇടത്തുള്ളൂ, ദുബായിൽ നിന്ന് വരുത്തിച്ച ഡ്രസ്സേ ഇടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞോട്ട് എന്തോരം വീഡിയോകളാണ് അവർ ഇട്ടിട്ടുള്ളത്. നമ്മളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. എന്നിട്ട്